ഹായ് ഹലോ സുഖല്ലേ? അപ്പം നമ്മൾ ഇതുപോലെയുള്ള മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കും അല്ലേ? ഞാനിന്ന് ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി അല്ല, ഈ മാങ്ങ വെച്ചിട്ടുള്ള നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള നല്ല രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള മാങ്ങ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന മറ്റേ വലിയ മാങ്ങയില്ലേ, അതെടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ മതി. ഇതുപോലത്തെ ആണെങ്കിൽ ഒരു 4 മാങ്ങ എടുത്തോളൂ. അപ്പോൾ ബിരിയാണിയാണോ അതോ നാട്ടുമാങ്ങയാണോ എനിക്കിഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് നാട്ടുമാങ്ങയാണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ ഇതുപോലെയുള്ള ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക. ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. തോലെല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു സബ് നൽകാനും മറക്കല്ലേ. അങ്ങനെ ഇതെല്ലാം തോലെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഴുത്ത മാങ്ങയെല്ലാം ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് പൊടികളാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ സ്റ്റവ് ഓൺ ചെയ്ത് ഞാൻ നന്നായിട്ട് തിളച്ചെല്ലാം വരട്ടെ. ഈ സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചതച്ചെടുക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളി ഒരു 3-4 ചെറിയുള്ളിയുമാണ് എടുക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ച ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാമ്പഴവും ഈ ചതച്ച് വെച്ച സംഭവങ്ങളും പുളിവെള്ളവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് നല്ല ഒരു കുറുകി പാകത്തിന് കിട്ടണം. ആ രീതിയിലൊന്ന് ആയി വരട്ടെ. അപ്പോൾ ഈ കറി നമുക്ക് ചൂടുകാലത്തായാലും ഏത് ക്ലൈമറ്റിലായാലും നമുക്ക് ദഹനത്തിനൊക്കെ ഒത്തിരി സഹായിക്കുന്ന നല്ലൊരു രസമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയും ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഇനി കുറുകി ഒന്ന് യോജിച്ചെല്ലാം വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കിതെല്ലാം പകുതിയോളം കുറുകി മാങ്ങയെല്ലാം വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റാണ്. എല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രസം എല്ലാം നന്നായിട്ട് മാങ്ങയെല്ലാം വെന്ത് ഉടഞ്ഞ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെല്ലം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് എല്ലാം ഒന്ന് എടുക്കാം. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് തിളച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. ഇത്രേ ഉള്ളൂ ഇത്. അങ്ങനെ നന്നായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉലുവയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ്.
അപ്പോൾ ഇതെല്ലാം കൂടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മൂത്ത് വരുമ്പോഴത്തേനും ഒരു 2 നുള്ള് മുളക് പൊടിയും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ കറിക്ക് അതായത് നല്ലൊരു കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇതും കൂടി ഇട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ രസം നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.